പാചകം ചെയ്തത്. എന്താണ് പാചക ശബ്ദത്തിന്റെ വേഷം? ലാഭം നോക്കാതെ സത്യമാക്കണ്ടല്ല. സത്യമാണോ? കുട്ടികൾക്ക് ഇഷ്ടമുള്ള ചിക്കനോ അതിലാർക്കാണ് ഇഷ്ടക്കേടി? വിദേശ സ്വദേശമായി 100ഓളം കാറ്ററിംഗ് ഇവിടെ നിന്നായിരുന്നു അതൊരു ഒന്നൊന്നര കഥയാണ്. ഒരു മണമുള്ള കഥ. സത്യം പറഞ്ഞോ, ആരാണ് ആറ്റം പോട്ടെ? സത്യം പറ. ഞാനോ? ഞാനൊന്നല്ലേ പഠിച്ചവനെ. എന്നാലും സുർവായ തിന്നാ പോലും പറ്റുന്നില്ലേ? എന്താണ് ഇവിടെ തിന്നുമ്പോഴാണ് കഴിക്കാൻ പാടപറ്റി ഉണ്മേ? ആരാ മണപ്പിച്ചത്? മാഷെല്ലാവരും മൂടെ നോക്കിയാ ശമ്പളം നീ ചെന്ന പടത്തോയി കണ്ടുപിടിക്ക. എല്ലാവരുടെയും മൂട് ഉണക്കി എന്നിട്ട് പറയാറുണ്ട് മണം പിടിക്കാൻ കഴിവുള്ളവരല്ലേ. മണത്ത് കണ്ടുപിടിക്കും എന്നിട്ട് ക്ലാസ്സിൽ കയറിയാ സത്യമായിട്ട് എനിക്ക് അറിയില്ല പക്ഷേ എന്താണ് ശ്വാസം പൊട്ട പണി 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 അതുപോലും മറ്റൊരുത്തം പറഞ്ഞു കൊടുക്കണം. കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്.
ഇവളാണ് മാഷ് പറഞ്ഞ വായുവിന്റെ ഉത്ഭവസ്ഥാനത്തിന്റെ വീണ്ടും പോട്ടെ ബെല്ലടിച്ചു ക്ലാസ്സിൽ പോവാം വിലാസിനെ കള്ളം പറയും ഒന്ന് പതുക്കെ പറ വിലാസി പതുക്കെ പറയും അവള് ഞാനോട് പറയില്ല വിലാസി ഇങ്ങനെ കാര്യം തീരുമെന്ന് ഞാൻ വിചാരിച്ചില്ല വിലാസി ചിലപ്പോ മരിച്ചില്ലെങ്കിലും വിലാസിനെ കയ്യും കാലില്ലാത്ത വിലാസിനെ കാണാൻ ഒരു രസം ഉണ്ടാവില്ല ഞാൻ
അതുകൂടാതെ ഏത് പെണ്ണാണുള്ളത്? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞേ ഇങ്ങനെ മുങ്ങി ചാർന്ന് പോയാ ആർക്കാ വിലാസിനായിട്ട് നഷ്ടം? നിനക്ക് തന്നെ. കല്യാണം കല്യാണമാണോ വിലാസിനി? ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം. നിന്നെ ഞാൻ നോക്കാം. ഞാൻ നിന്നെ കല്യാണം കഴിക്കാം. അത് പോരെ? സ്കൂളിൽ 150 കുട്ടികൾക്ക് ഉപ്പുമാവ് കിടങ്ങി എത്ര കിലോ റവാണ്? അതാണ് നിനക്കറിയാലോ. എനിക്കറിയില്ല. ടീച്ചർമാർക്ക് പറയുന്നത് ഇനി മുതൽ ഉപ്പുമാവത്തിന്റെ ചാത്തനാട്ടിലേക്ക് ഞാൻ മതി. ഞാനൊരു കാര്യം കാറത്തിട്ടും വെളുത്തിട്ടല്ലേ ദാസിനി ഭൂമിയിലാളുകള്. ഞാൻ വളർത്തെ ഉപ്പുമാവ് കഴിക്കാൻ എന്നെ കല്യാണം കഴിച്ചിട്ടില്ല. ഉപ്പുമാവ് ഉണ്ടാക്കുന്ന മണിക്ക് എന്താ മോശം? എല്ലാം കൂടി നല്ലതാവട്ടെ. ഉപ്പുമാവ് ഉണ്ടാക്കുന്ന മണിനെ കുറ്റം പറയുന്നു. ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു. എന്റെ ജീവിതം അടുക്കളയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഈ ജീവിതം ഞാൻ അടുക്കളയും പാചകത്തിന് വേണ്ടി സമർപ്പിക്കുന്നു.
അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കട്ടെ. എല്ലാവരും വലുതായി ഡോക്ടറും വക്കീലൊക്കെ ആകാൻ പോയി കഴിഞ്ഞാൽ ഓരോ അഡ്വാൻസ് ആക്കി വെച്ചോളമാരേക്ക് ആരെങ്കിലൊക്കെ വേണ്ടി അങ്ങനെ അല്ല വേഗം പഠിക്കേണ്ടതാ. അപ്പാക്ക് എന്നോട് പറഞ്ഞേ ഇവൻ ഒന്നാമത് ലക്ഷണം ഞാൻ കാണുന്നില്ല. നീ ഒന്ന് ജീവിക്കാൻ വേണ്ടി ഓരോ വേഷം കെട്ടതിന്റെ മഷി അല്ല മാഷ് സ്കൂളാ അത് സന്തോഷമുള്ള കാര്യം പക്ഷേ എന്നിട്ട് ഡോക്ടറെ കാണിച്ചു അതേടോ ഇഷ്ടം കാണാമെന്ന ഉച്ചക്കായ ഒന്ന് കെട്ടിപ്പിടിക്കണം പച്ചക്കിലൊന്ന് പൊട്ടിക്കറിയണം ഇതൊക്കെ ഒരു പരിഹാരമാണെന്ന് അറിയാം എന്താ മാഷ് എന്തത് വീട്ടു മാഷേ ഇരിക്കി മാപ്പോ എന്നോട് എത്ര മാഷേ ഈ മാപ്പൊക്കെ നിന്റെ ഭാവി ഞാനൊക്കെ ദുഷ്ടന് അധ്യാപകനാണ്. കുട്ടികളെ നേർവയ്ക്ക് നിർത്തേണ്ടത് ഒരു അധ്യാപകന്റെ ചുമതലയാണ്. ഞാനത് ചുമതല പറഞ്ഞു മാഷ് എന്തൊക്കെയാ മാഷേ ഈ പറയുന്നത്? പഠിച്ച് വെച്ച നിലനിർത്തേണ്ടതാണ് നീ. പഠിക്കാത്തവരെ പഠിപ്പിക്കേണ്ടത് ഒരു അധ്യാപകന്റെ കടമയാണ്. അങ്ങനെയുള്ള ജാതിക്ക് തൊഴിൽക്കാരൊക്കെ പറഞ്ഞിട്ട് അന്ന് നിന്റെ കൊണ്ട് സഹപാഠിയുണ്ട് ഓടി കളിക്കാൻ പഠിപ്പിച്ചു. ഭാവിയാണ് ഞാൻ ക്രൂരൻ. അതൊക്കെ പണ്ടല്ലേ മാഷേ? എന്തൊരു ചെറ്റണമാണ് ഞാൻ ചെയ്തത്. അത് കാരണം ഒരു പെൺകുട്ടിയുടെ ഭാവി തന്നു. എല്ലാം കൂടി ആലോചിച്ച് പുറത്തു മുറ്റപ്പോഴാണ് ആ ട്രാൻസ്ഫർ വാങ്ങി ദൂരേക്ക് പോയത്. മാഷോട് ഞാനൊരു സത്യം പറയട്ടെ. അന്ന് നാട്ടിച്ചത് ശരിക്കും വിലാസിനെ ആയിരുന്നില്ല. അന്ന് മാഷ് പറഞ്ഞ വിശ്വാസം വെച്ചത് വിലാസിനെയാണെന്ന് ഞാൻ വെറുതെ പറഞ്ഞു. സത്യം പറഞ്ഞ മാഷെന്നെ തല്ലു. ഓളെ പേര് പറഞ്ഞ മാഷോളെ തല്ലൂലല്ലോ. ആ ധൈര്യത്തിലാ ഞാൻ എന്റെ മാഷെ ഞാൻ നമ്മളെ പഴയ സ്കൂളിലെ മാഷെ രാത്രി പോകേ
സാധാരണ എന്തൊക്കെ കഴിക്കോ അതൊക്കെ തന്നെ ഉണ്ടാവണമെന്നാണ് എന്റെ അഭിപ്രായം. അത് കലോത്സവത്തിന്റെ പവിത്രത നഷ്ടപ്പെട്ടില്ലേ? പവിത്രതയാണ് ഇറച്ചിടുന്നതിന്റെ വേസ്റ്റ് എന്ത് ചെയ്യും? എന്ത് ചെയ്യോ അതന്നെ എന്നാ പിന്നെ ബീഫ് കഴിക്കൂടെ? അതും തോന്നും. ഞങ്ങൾക്ക് ജീവന്റെ പന്നി അച്ഛനെ സമ്മതിക്കില്ല. മാപ്പിളപ്പാട്ട് മത്സരത്തിന് ശേഷം പത്തിൻതരം മത്സരം ആരംഭിക്കുന്നതായിരിക്കും. ഇതൊക്കെ ഒരു പ്രശ്നമാണ്. എന്ത് പ്രശ്നം? കൃഷ്ണൻ പറഞ്ഞതുപോലെ ഓരോരുത്തരും ഇഷ്ടമാക്കിട്ടെ. എന്താ കുട്ടികളുടെ ഇഷ്ടത്തിൽ താല്പര്യമാണ്. ഇവിടുത്തെ കൃഷ്ണനെ പോലെ അവനാണ് ഇഷ്ടമുള്ള തിരഞ്ഞെടുത്തതുപോലെ ഇറച്ചി മീൻ കഴിക്കാൻ ഇവിടെ ആരും നിർബന്ധിക്കുന്നില്ല. അത് താല്പര്യമില്ലാത്ത സിലബസ് കുട്ടികളെ തടിച്ചാക്കി തുല്യമാണ്. കൃഷ്ണന് തങ്ങൾക്ക് അതാണ് എന്ത് വിളമ്പുന്നു എന്നതല്ല കാര്യം. എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്നതല്ല. ഈ കലോത്സവത്തിനുമായിട്ടും എന്റെ എന്റെ വഴി നോക്കിയാൽ കാര്യം നടക്കില്ല തോന്നി. നീയെ വേണ്ടേ ഞാൻ കുട്ടികളെ കാര്യം ആയിക്കോട്ടെ. നാടൻപാട്ട് മത്സരം തുടരുന്നു. ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരം തുടരുന്നു.